ടാലിയിലുള്ള വൗച്ചർ എൻട്രീസിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ മുഴുവൻ വൗച്ചേഴ്സും എങ്ങനെ 1 by 1 ആയി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ എൻട്രി ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇത് വന്ന് കാണുക. ഓക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ടാലിയിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മറ്റേ പാർട്ട് 2 ആണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് ക്യാഷ് കൊണ്ടാണ്. 10 ലക്ഷം രൂപ ക്യാഷ് ഇതിൻ്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാഷ് വെച്ചിട്ടാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ എൻട്രി ചെയ്യാമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ടാലിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോ ഓൾറെഡി ഞാൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് ടാലിയിലുള്ളത്, മറ്റേ ഗേറ്റ് വേ ടാലിയിൽ ഇൻവെൻട്രി, അക്കൗണ്ട് വൗച്ചേഴ്സ്, ഇൻവെൻട്രി വൗച്ചേഴ്സ്, പിന്നെ ഗ്രൂപ്പ്സ്, ലെഡ്ജർ, ഇതിനൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻവെൻട്രി ഇൻഫർമേഷൻ, സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻട്രി വൗച്ചേഴ്സ്, അതൊക്കെ നമുക്ക് ഓരോ വൗച്ചേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ യൂട്ടിലിറ്റീസ് ഉണ്ട്, ബാങ്കിങ് കാര്യങ്ങൾ, പിന്നെ റിപ്പോർട്ട്സ്. ഇത് ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പ്രിൻ്റ് എടുക്കാൻ, ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റിപ്പോർട്ട്സ്, നമുക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എല്ലാ റിപ്പോർട്ട്സും നോക്കും. ഇതാണ് ഒരു ടാലിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഗേറ്റ് വേ ടാലിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എൻട്രി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിതൊരു GST ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട്സാണ് നോക്കുന്നത്. കാരണം നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഷോപ്പാണ്. നമുക്ക് മിനിമം 40 lakhs 1 yearൽ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് GST നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഒരു കമ്പ്യൂട്ടർ വിറ്റാൽ തന്നെ നമുക്ക് 50,000 ഒക്കെ ആവും. അപ്പോൾ നമുക്കൊരു വർഷം 40 lakhs ആവാൻ അതിന് മാത്രമൊന്നും സെയിൽ വേണ്ട. മന്ത്ലി തന്നെ ചിലപ്പോൾ 2, 3, 4 lakh 5 lakhs ഒക്കെ സെയിൽ ഉണ്ടെങ്കിൽ ഒരു വർഷം തന്നെ 50 lakhsന് മുകളിൽ സെയിലാവും. അപ്പോൾ നമ്മൾ GSTയിൽ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എൻട്രി നമുക്ക് നോക്കാം. കമ്പനി സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ കിട്ടിയാലും നമുക്കിതിപ്പോൾ ഒരു ക്യാഷ് ഇതിൻ്റെ ഓണർ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ അതിൽ എന്താണ്, ഒന്ന് ക്യാഷാണ്, പിന്നെ ഒന്ന് നമ്മളുടെ കമ്പനിയിൽ കൊണ്ടുവന്ന ആളുടെ ക്യാപിറ്റലാണ് അയാളുടെ. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും 2 എലിമെൻറ്റ് കണ്ടുപിടിക്കണം. എന്ത് ട്രാൻസാക്ഷൻ കിട്ടിയാലും, ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്യാഷായിട്ട് ഇതിൻ്റെ ഓണർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എലിമെൻറ്റ് കിട്ടി. ഒന്ന് ക്യാഷ്, ഒന്ന് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്കുള്ള മൂലധനം, അത് തന്നിരിക്കുന്നത് ഓണറുടെ ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് 2 എലിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനെ എങ്ങനെയാണ് ജേണൽ ചെയ്യുക എന്ന് മോഡേൺ റൂൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ ജേണൽ ചെയ്യുക എന്നാണെന്നുകൂടി നമ്മൾ പഠിക്കണം. അതായത് അസറ്റും ലാബിലിറ്റീസ്, എക്സ്പെൻസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജേണൽ വൗച്ചർ ചെയ്യുക എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാലിയിൽ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്യണം നമുക്കറിയണമല്ലോ. എന്താണ് ഡെബിറ്റ് വരിക, എന്താണ് ക്രെഡിറ്റ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ജേണൽ എൻട്രീസ്. നമ്മൾ മെയിനായിട്ട് ഒരു അക്കൗണ്ട്സിൽ പഠിക്കേണ്ട കാര്യമാണ് ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രീസ് അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആയാലും, കൺസ്ട്രക്ഷൻ കമ്പനി ആയാലും, മാനുഫാക്ചറിങ് കമ്പനി ആയാലും, ഇനി ഏത് തരത്തിലുള്ള കമ്പനികളായാലും നമ്മൾക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യമാണ് ജേണൽ എൻട്രീസ്. അപ്പോൾ നിങ്ങൾ ജേണൽ ചെയ്യുക എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പഠിക്കണം. അതായത് ഞാനിവിടെ മോഡേൺ റൂൾസ് പ്രകാരം എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്ന് നോക്കാം. അക്കൗണ്ട്സിൻ്റെ ബേസിക്കിൽ വരുന്ന 5 കാര്യമാണ് അസറ്റ്, എക്സ്പെൻസസ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം. ഇതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് കമ്പനിയിൽ മെയിനായിട്ട് വരിക. അത് ഇത്രയും കാര്യങ്ങൾ, അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്താണ്, എക്സ്പെൻസ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, ഇൻകം എന്താണെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ജേണൽ എൻട്രീസ് ചെയ്യാമെന്നും കൂടി മനസ്സിലാക്കുക. അതായത് അസറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് അസറ്റ് വരുമ്പോഴും നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് നമ്മുടെ കമ്പനിയിൽ നിന്ന് വാല്യൂ കൂടുന്നു, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൂടുന്നു, അതായത് ക്യാഷ് ക്യാപിറ്റലായിട്ട് വന്നപ്പോൾ 10 ലക്ഷം രൂപ കമ്പനിക്ക് കിട്ടി, ക്യാഷ് വന്നു കമ്പനിയിലേക്ക്. അപ്പോൾ എന്തായി, ക്യാഷ് കൂടി. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. ഓക്കെ, അതുപോലെ അസറ്റ് കുറയുന്നു, ക്യാഷ് കമ്പനിയിൽ നിന്ന് പോകുന്നു. ക്യാഷ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാഷ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എക്സ്പെൻസസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുപോലെ നേരെ ഓപ്പോസിറ്റാണ് ലാബിലിറ്റീസും ക്യാപിറ്റലും
ഇൻകം വരിക. ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലാണ് എല്ലാ എൻട്രീസും പോസ്റ്റ് ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. F6 ആണ് റിസീപ്റ്റിന്. അത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇവിടെയാണ് നമുക്ക് റിസീപ്റ്റ്, ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടിയിരിക്കുകയാണ്. അതായത് റിസീപ്റ്റിലാണ് നമ്മൾ കിട്ടുന്നതൊക്കെ, നമുക്ക് എന്ത് കിട്ടിയാലും ക്യാഷ്, ചെക്ക്, അതുപോലത്തെ ക്യാഷോ ചെക്കോ എന്ത് കിട്ടിയാലും നമ്മൾ എൻ്റർ ചെയ്യുക റിസീപ്റ്റിലാണ്. ഓക്കെ, മറിച്ച് നമുക്ക് എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും കിട്ടുകയാണ് നമ്മൾ ജേണലിലാണ് ചെയ്യുക. നമ്മൾ റിസീപ്റ്റും പേയ്മെൻറ്റും ഒക്കെ നമുക്ക് സിംഗിൾ മോഡാക്കിയിട്ട് ചെയ്യാം. അതാണ് വളരെ എളുപ്പം. സിംഗിൾ മോഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആദ്യം F12 അടിച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. ഇതിൽ സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ്സ്, റിസിപ്റ്റ്, കോൺട്രാ വൗച്ചേഴ്സ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കണം. അത് നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ലൈനിലുണ്ട്. ഓക്കെ, അത് നമ്മൾ എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഡെബിറ്റ് ക്രെഡിറ്റ് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് റിസിപ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. റിസിപ്റ്റിൽ റിസിപ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ എന്ത് എൻ്റർ ചെയ്യണതും ഡെബിറ്റിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ പേര്, അത് നമ്മൾ എക്സിറ്റ് അടിച്ച് എൻ്റർ ചെയ്താലും അത് തന്നെ, അത് ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വരും. ഇതിൽ നമുക്ക് ജേണലായിട്ട് രണ്ട് ഡെബിറ്റും ക്രെഡിറ്റായിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക്, ഡെബിറ്റിലേക്ക് നമ്മൾ എന്ത് എൻ്റർ ചെയ്യുന്നതും ഡയറക്റ്റ് ഡെബിറ്റിലേക്ക് പോകും. അതായത് ഡെബിറ്റാണ് ഫസ്റ്റ് അക്കൗണ്ടിൽ ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷാണ് നമുക്ക് വന്നിരിക്കുന്നത്. എത്രയാണ് വന്നിരിക്കുന്നത്? 10 ലക്ഷം രൂപ ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് ഒന്ന് ജസ്റ്റ് മുകളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ എമൗണ്ട് ഡെബിറ്റ് ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? താഴത്തെ എൻ്റർ അടിക്കുന്നതാണ് ക്രെഡിറ്റ്. ഇവിടെ നമുക്ക് ഒരു ലെഡ്ജറും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം എൻട്രി ചെയ്യേണ്ട സമയത്താണ്, ഓരോ എൻട്രി വരുമ്പോഴാണ് നമ്മൾ ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ Alt+C അടിച്ചിട്ട് നമ്മൾ പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ രണ്ട് പേരുണ്ടെങ്കിൽ ക്യാപിറ്റൽ നെയിം, ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ഇന്നാളെ പേര്, ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ പേര് എഴുതാം. പക്ഷേ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, സിംഗിൾ തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലിന് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിന് എഴുതാം. ഓക്കെ, പേര് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒരാളുടെ കമ്പനിയാണ്. ഇതിൽ ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സ് ഇല്ല. പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന് നേരെ അയാളുടെ പേര് കൂടി എഴുതിയാൽ രണ്ടാളും ഡിഫറെൻറ്റ് എമൗണ്ടാണ് കൊണ്ടുവന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അണ്ടർ ക്യാപിറ്റലിലാണ് ചെയ്യുക. എല്ലാ ക്യാപിറ്റലിൻ്റെ അണ്ടറിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സേവ് ചെയ്യുക. നമ്മളിവിടെ 10 ലക്ഷം രൂപ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്യുക. നരേഷൻ നമുക്ക് കമ്പനി സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഓണർ ഫോർ സ്റ്റാർട്ടിങ് ബിസിനസ്. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നരേഷൻ എഴുതാം. നരേഷൻ എഴുതിയിട്ട് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, ഈ എൻട്രി നമ്മൾ സേവായി. നമ്മുടെ ക്യാഷിലേക്ക്, അസറ്റിലേക്ക് ഇത്ര എമൗണ്ട് വന്നു. 10 ലക്ഷം രൂപ അസറ്റ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ കമ്പനിയിലേക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ബിൽഡിംഗ് ആവശ്യമുണ്ട്, ഫർണിച്ചർ ആവശ്യമുണ്ട്, ഇൻറ്റീരിയർ ചെയ്യണം. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊരു ട്രേഡിംഗ് കമ്പനിയാണ്, കമ്പ്യൂട്ടർ ഷോപ്പാണ്. നമ്മൾ ഒരു നിർമ്മാണമോ ഇവിടെ ഒന്നും പ്രൊഡക്ഷനോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫർണിച്ചർ ടേക്കൺ ഫ്രം ഓണർ ഹൗസ്. ഈ ഓണർ ഹൗസിൽ കുറച്ച് ഉപയോഗിക്കാത്ത ഫർണിച്ചർ ഉണ്ടായിരുന്നു, അത് കമ്പനിയിലേക്ക് കൊടുത്തു. എന്നിട്ട് ഓണർ പറഞ്ഞു അതും കൂടി ക്യാപിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി. അതിന് ഓണർ ക്യാപിറ്റലിലേക്ക് കാണിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് ഓണർക്ക് ആ പൈസ കൊടുക്കണം. കമ്പനി തരുന്ന ഈ പൈസ, ഓണർ തന്ന പൈസ തന്നെയാണ് 10 ലക്ഷം, പക്ഷേ ഇതിന് സെപ്പറേറ്റ് പൈസ നമ്മൾ അതിൽ നിന്നും ഒരു എക്സ്പെൻസ് ആയിട്ട് എടുത്ത് കൊടുക്കണം. അതായത് നമുക്ക് വരുന്നത് ഇത് നമ്മളിവിടെ ഓണർ അത് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓണറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫർണിച്ചർ. അപ്പോൾ നമ്മളതെങ്ങനെ പോസ്റ്റ് ചെയ്യും? ഇവിടെയും നമുക്ക് രണ്ട് എലിമെൻ്റ് ഉണ്ട്, ഒന്ന് ഫർണിച്ചർ, ഒന്ന് ഓണേഴ്സ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിനും രണ്ട് എലിമെൻ്റ് ഉണ്ട്. അതാണ് നമുക്ക് ഫർണിച്ചർ വന്നു, ക്യാപിറ്റലിലേക്കാണ് നമ്മുടെ എമൗണ്ട് പോകുന്നത്. ക്യാപിറ്റലാണ്, അയാൾ ക്യാപിറ്റലിലേക്ക് കാണിക്കാനാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, ഫർണിച്ചർ. വീണ്ടും നമ്മൾ ഇവിടെ ക്യാഷ് വന്നിട്ടില്ല, അതുപോലെ ക്യാഷ് പോയിട്ടുമില്ല. അപ്പോൾ റിസീറ്റ് പേയ്മെൻറ്റിലെല്ലാം നമ്മളിത് എൻട്രി ചെയ്യുക. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ ജേണലിലാണ് എൻട്രി ചെയ്യുക. F7 നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. F7 ജേണലിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. ഇതിന് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ചെയ്യണം. റിസീറ്റിലും പേയ്മെൻറ്റിലും കോൺട്രയിലും മാത്രമാണ് സിംഗിൾ എൻട്രി മോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡെബിറ്റ് എന്താണ്? ഡെബിറ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫർണിച്ചറാണ്. ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് വന്ന ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അത് ഡിഫോൾട്ടായിട്ട് എല്ലാ ടാലിയിലും ഉണ്ടാവും. പിന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ വീണ്ടും Alt+C അടിച്ചിട്ട് ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫർണിച്ചർ എന്താണ്? അണ്ടർ എന്താണ് കൊടുക്കുക? ഫിക്സഡ് അസറ്റാണ് ഫർണിച്ചർ. ഒരു വർഷത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഫിക്സഡ് അസറ്റാണ്.
ഓക്കെ, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, സേവ് ചെയ്യാം. ഓക്കെ, 10,000 എമൗണ്ട് അടിക്കുന്നു. ഇനി നമ്മൾ ടു ക്രെഡിറ്റ് എന്താണ് ചെയ്യുന്നത്? ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അയാളുടെ ക്യാപിറ്റലിൽ നേരത്തെ 10 lakhs ഉണ്ടായത് 10 lakhs 10,000 ആയിട്ട് കൂടും. അതാണ് അയാൾ ഒറിജിനൽ കൊണ്ടുവന്ന ക്യാപിറ്റലായിട്ട് വരിക. ഓക്കെ, അതും നമുക്ക് ഫർണിച്ചർ റിസീവ്ഡ് ഫ്രം ഓണർ ഹൗസ് അങ്ങനെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നരേഷൻ കൊടുക്കാം. ഇതാണ് 2 എൻട്രീസ്. ഈ 2 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ കമ്പനിയിൽ ഈ ഓണർ ക്യാപിറ്റൽ തരുന്നില്ല. ഈ എമൗണ്ട് കൊണ്ട് വേണം നമുക്ക് ഈ കമ്പനി ബിസിനസ് ചെയ്തിട്ട് പ്രോഫിറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുക എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു. ഈ ഫർണിച്ചർ അവിടെയാണ് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന് ഡെപ്പോസിറ്റ് ഉണ്ടാവും, റെൻ്റ് ഉണ്ടാവും. റെൻ്റ് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. നമുക്കിവിടെ റിപ്പോർട്ടിൽ ബാലൻസ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും എമൗണ്ട് കറക്റ്റായിട്ട് കാണാം. കണ്ട, ക്യാപിറ്റലിൽ 1,10,000 വന്നു. അതുപോലെ അസറ്റ് സൈഡ് അതുപോലെ 10,10,000 വന്നു. ഇപ്പോൾ 2 സൈഡും തുല്യമാണ്. എപ്പോഴും ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കണം. ഓക്കെ, നമ്മൾ ചെയ്തത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അത് ഡിഫറൻസ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിലൊക്കെ അത് ഡിഫറൻസ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തത് ഇപ്പോൾ കറക്റ്റാണ്, ബാലൻസ് ഷീറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ 2 എൻട്രീസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാനിവിടെ ഒന്നിനും ഡേറ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് എൻട്രി അടിക്കുമ്പോഴും ഡേറ്റ് ഫസ്റ്റ് കൊടുക്കണം. ഇവിടെ നമുക്ക് ഈ ക്യാപിറ്റൽ ആളെ പേരിലാണ് ക്യാഷ് കൊടുക്കണമെന്ന് അയാളുടെ പേരിൽ സേവ് ചെയ്യാൻ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ്. ഓക്കെ, നമ്മളിതിനൊന്നും ഡേറ്റ് കൊടുത്തിട്ടില്ല. നമ്മളിത് എഡ്യൂക്കേഷൻ വേർഷനിൽ കാണിക്കുന്നതുകൊണ്ട് ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. ഡേറ്റ് കൊടുത്താൽ നമുക്ക് 2 ഡേറ്റൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ഏത് ഡേറ്റിനാണോ ഈ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് അത് ആക്ച്വൽ ഡേറ്റിന് തന്നെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ബിൽഡിംഗ് ഡെപ്പോസിറ്റ്. ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തതാണ് 1 ലക്ഷം. നമ്മളൊരു ബിൽഡിംഗ് റെൻറ്റിന് എടുത്തു. പക്ഷേ നമ്മൾക്കത് എല്ലാ ആൾക്കാരും നമുക്ക് റെൻറ്റിന് തരുമ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് ക്യാഷ് ചോദിക്കും. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 എലമെൻ്റ് എന്താണ്? ഒന്ന് ക്യാഷാണ്. ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ആയിട്ട് പോയി. മറ്റേത് എന്താണ്? ഡെപ്പോസിറ്റാണ്. നമ്മളൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുത്തു. അതും അസറ്റാണ്. അസറ്റ് വരികയും ചെയ്തു, പോവുകയും ചെയ്തു. അതായത് നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു ഫണ്ടാണ് ഡെപ്പോസിറ്റ് എമൗണ്ട്. നമുക്ക് ഭാവിയിൽ അത് തിരിച്ച് കിട്ടും. കാരണം നമ്മളിപ്പോൾ അത് ജസ്റ്റ് കൊടുത്തു, 6 മാസം കഴിഞ്ഞ് അതൊരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് 6 മാസത്തേക്കാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എഗ്രിമെൻ്റ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒഴിവായി വേറെ റൂമിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ആ പൈസ അവർ തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ അതാണ് ഡെപ്പോസിറ്റ് എമൗണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് വരികയും പോവുകയും ചെയ്തു. അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ജേണൽ എൻട്രി എന്താണ് വരിക? നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്താണ്? ക്യാഷാണ് നമ്മളതിൽ നിന്ന് പോയിരിക്കുന്നത്. ഇത് പേയ്മെൻറ്റിലാണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്. അപ്പോൾ നമ്മളിത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്, F5 പേയ്മെൻറ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക. ഓക്കെ, ക്യാഷ് വരുമ്പോൾ റിസീറ്റ് വൗച്ചറിലും പോകുമ്പോൾ പേയ്മെൻറ്റ് വൗച്ചറിലും. പേയ്മെൻറ്റ് വൗച്ചറിൽ നമ്മൾ നേരത്തെ ഓൾറെഡി സിംഗിൾ മോഡ് എൻട്രി ആക്കി കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റാണ് വരിക. നമ്മളിവിടെ നിന്ന് എന്ത് പോകുന്നോ അതാണ് മുകളിൽ അക്കൗണ്ടിൽ അടിക്കേണ്ടത്. നമുക്ക് ബാങ്കിലൂടെ പോകുകയാണെങ്കിൽ ബാങ്ക് നെയിം. ഇപ്പോൾ ക്യാഷാണ് പോയിരിക്കുന്നത്, അപ്പോൾ നമ്മളവിടെ ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് പോയിരിക്കുന്നത് ക്രെഡിറ്റ്, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കറണ്ട് അസറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം, Alt C അടിച്ചിട്ട്. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവും, അസറ്റ് സൈഡിൽ. കാരണം ഇത് ഏത് സമയത്തും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ക്യാഷാണ്. ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ ബിൽഡിംഗ് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അണ്ടർ കറണ്ട് അസറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യാം. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ എമൗണ്ട് അടിക്കുന്നു 1 lakh. എന്നിട്ട് നരേഷൻ അടിക്കുന്നു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗിവൺ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ക്യാഷ് പെയ്ഡ് ടു ഫോർ സെക്യൂരിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നരേഷൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാം. ഇത്രയും എൻട്രീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബാക്കിയുള്ള എൻട്രീസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഇന്ന് നമ്മൾ അസറ്റിൻ്റെ ഓക്കെ, അപ്പോൾ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് എൻട്രീസ് ഇനി വരും. കമ്പനി ഡിസൈൻ ചെയ്യണം, അതിൻ്റെ ഷോറൂം ഇത് ചെയ്യണം, ഫർണിച്ചർ കൊണ്ടുവരണം, അതിൻ്റെ ആവശ്യമായ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യണം, അക്സസറീസ് വേണം, കേബിളിങ് വേണം. ഇതൊക്കെ ചെയ്യുന്ന എൻട്രീസൊക്കെ എങ്ങനെ വരാൻ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.